ഞങ്ങൾക്ക് ഇത്തവണ കപ്പ് ഉറപ്പാണ് കുട്ടിയോളെ. അതിനൊക്കെ ഞങ്ങളുടെ ബ്രസീല് 5 കപ്പാ 5 കപ്പ്. പണ്ടെങ്ങാനും ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്ത് കഴിഞ്ഞു പോയ കപ്പിന്റെ കഥ ഇവര് കുറച്ചൊന്ന് കാലം അന്ന് ജനിച്ചിട്ട് പോലും ഇത് ഇപ്പോഴും അത് പറഞ്ഞു നടക്കാണ്. നാളെ മാനണ്ട ചെങ്ങായിമാരെ. കൊറേ നാളായി 5 കപ്പിന്റെ കഥയും പറഞ്ഞോണ്ട് നടക്കുന്നു. ഞങ്ങള് ബ്രസീലുകാർക്ക് 5 കപ്പുണ്ട്, അർജന്റീനക്കാർക്ക് 3 കപ്പുണ്ട്. നിങ്ങൾക്ക് ഈ പറങ്കിപ്പടക്ക് എന്തുണ്ടായുള്ളു? നീയൊക്കെ എന്ത് വേണമെങ്കിലും കളിയാക്കിക്കോ, പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ളത് അല്ല കോയിന്ന്. ഞങ്ങളിവിടെ ടീമിന്റെ കാര്യം പറഞ്ഞു, ഇവൻ ബ്രസീലിന്റെ ഞാൻ അർജന്റീനയുടെ. അതിനിടയ്ക്ക് എന്തിനാ CR7 കാര്യം കൊടുന്നിരുന്ന കുട്ട? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, ഞങ്ങളുടെ മെസ്സിനെ വെല്ലുള്ള ഒരു പ്ലെയർ ഇന്ന് ഈ നിമിഷം വരെ ഈ ലോകത്ത് ജനിച്ചിട്ടില്ല. നിങ്ങളിപ്പോ കളിക്കാരെടുത്ത് പറയൊന്നും വേണ്ട, നമ്മുടെ നെയ്മറിന് പരിക്കുകാരനാണ്, അല്ലെങ്കിൽ കാണാറുന്ന കളി. നിങ്ങളുടെ CR7 ഉണ്ടാവില്ല, മെസ്സി ഉണ്ടാവില്ല. പരിക്കിന്റെ കാര്യമൊന്നും നീ പറയാനൊന്നും വേണ്ട. ക്രിസ്ത്യാനോയ്ക്ക് കാലിന് പരിക്കൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ 2026 ഇപ്പോഴും 42-ാമത്തെ വയസ്സിൽ കളിക്കുന്നില്ലേ? അത് വലിയ കാര്യമല്ലേ? എന്തേനു നീ ഇപ്പൊ നെയ്മറിന്റെ പരിക്ക് പറഞ്ഞു, നിങ്ങൾ ക്രിസ്ത്യാനോന്റെ പരിക്ക് പറഞ്ഞു. ഒന്നാലോചിച്ച് നോക്ക്, 39-ാമത്തെ വയസ്സിൽ മെസ്സി കളിക്കുന്ന പെർഫോമൻസ്. അതൊക്കെ പോട്ടെ, എത്രയോ ആൾക്കാർ മെസ്സിനെ അറ്റാക്ക് ചെയ്തിട്ടും ഒരു പരിക്കും പറ്റാതെ ഈ കാലം വരെ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ മെസ്സിനെ അംഗീകരിച്ചേ പറ്റൂ. അതൊക്കെ പോട്ടെ, എന്തായാലും ഇത്തവണ ഞങ്ങൾ ബ്രസീലിൽ കപ്പ് അടിച്ചിരിക്കും. കണ്ടോ, തൊല്ലിച്ചിരിക്കും. ഇപ്രാവശ്യം പറങ്കിപ്പടക്ക് തന്നെയാണ് കപ്പ്. ആദ്യം നിങ്ങളൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ കപ്പ് അടിക്കും, എന്നിട്ട് ഞങ്ങളോട് സംസാരിക്കാൻ പാടും. അല്ലാതെ നിങ്ങളോട് സംസാരിച്ചിരിക്കാനുള്ള സമയം എനിക്ക് തീരില്ല. കാരണം ഈ 2026 കപ്പ് അത് മെസ്സിയും ടീമിനുള്ളതാണ്.